പ്രിയരെ, മന്നാദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. വചനവിപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരുവിൻ്റെ നയനങ്ങൾ എന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് ഒരു സ്വരമുയരും, ഇതാണ് വഴി, ഇതിലേ പോകും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലൊരു മനുഷ്യനെ ശക്തമായ പ്രത്യാശയുടെ ഉടമയാക്കി തീർക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുമ്പോൾ ഓർമ്മിക്കണം, ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന നൽകുന്ന പ്രത്യാശ. ആ പ്രത്യാശ ഇതാണ്: കഷ്ടതയുടെ നടുവിൽ നിൽക്കുമ്പോഴും കണ്ണുനീരിൽ നിമഗ്നം ചെയ്യപ്പെടുമ്പോഴും ഒരു ദൈവം ഒരു സ്വരമായി കൂടെ നിൽക്കും. വഴികാട്ടിയായി ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. ഇത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വസിക്കുവാനായിട്ട് ഏത് വ്യക്തിയെ കൊണ്ട് പറ്റുന്നോ അവനാണ് യഥാർത്ഥ വിശ്വാസി. നമുക്കിത്തരത്തിലുള്ള ചില പ്രത്യാശകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. ഇതാണ് ഹൃദയത്തെ മുൻപോട്ട് നയിക്കുന്ന ചില വികാരങ്ങൾ. ഈ പ്രത്യാശ ഏത് മനുഷ്യൻ എവിടെ നഷ്ടപ്പെട്ടു പോകുന്നോ അവൻ വിശ്വാസിയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ എപ്പോഴും കാത്തിരിക്കണം. ദൈവം കൈവിടില്ല. ഏത് പ്രതിസന്ധിയുടെയും കണ്ണുനീരിൻ്റെയും നടുവിൽ ദൈവം കൈവിടില്ല. ഹബക്കൂക്ക് പ്രവാചകനൊക്കെ പറയുന്നില്ലേ, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും മുന്തിരി കായ്ക്കുന്നില്ലെങ്കിലും ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കും. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ന് രൂപപ്പെടുന്നോ അന്നാണ് അയാളിൽ യഥാർത്ഥമായ വിശ്വാസം രൂപപ്പെടുന്നത്. ഒരു മനുഷ്യന് ജീവിക്കുവാൻ നൽകുന്ന പ്രത്യാശയുടെ പേരാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും നടുവിൽ ഒരു ദൈവം നിനക്ക് കാവൽ ദൂതനെ പോലെ കൂടെ നിൽക്കും. ഇതനുഭവിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ആ പ്രാർത്ഥന ദൈവം നമ്മളെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ കർത്താവ്. ആമേൻ.